ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റായിട്ട് ആണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് മസാലകളില്ല, ഇഞ്ചി, പച്ചമുളക്, വേപ്പില അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇതിനകത്ത് ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർത്തേക്കുന്നത്. ഒരു 1/4 കിലോ ഉള്ളിയോളം ഞാൻ എടുത്തിട്ടുണ്ട്. എത്ര ഉള്ളി ഇട്ടാലും അത്രയും ടേസ്റ്റാണ്. അപ്പം ഞാൻ ഉള്ളി കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. അത് നെടുകെ പതുക്കെ ഒന്ന് പൊട്ടിച്ചിട്ടേ ഉള്ളൂ. അത് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴറ്റണം. ഉള്ളി മാത്രം നന്നായിട്ട് വഴന്നതിന് ശേഷം ചില്ലി ഫ്ലെക്സ് ഇല്ലേ, അതൊരു 3 ടീസ്പൂൺ ചേർക്കണം. എന്തായാലും നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചില്ലി ഫ്ലെക്സ് ചേർക്കാം. ഇത് ചേർത്ത് കഴിഞ്ഞിട്ട് അധികം അങ്ങ് മൂപ്പിച്ച് എടുക്കണ്ട, നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ ഇത്. എന്നുവെച്ചാൽ ഒരുപാട് മസാലകളൊന്നുമില്ലല്ലോ, വേറൊന്നും ചേർത്തിട്ടില്ല. ഈ ഉള്ളിയും ചില്ലി ഫ്ലെക്സും മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ചിക്കൻ ഒന്ന് കുക്കറിൽ ആവി കയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് വെച്ചത്, പക്ഷെ അതിൽ നിന്ന് ചിക്കനിൽ ഇച്ചിരി വെള്ളമുണ്ട്. അതൊന്ന് വറ്റാൻ വേണ്ടിയിട്ട് അടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റോളം അടച്ചിട്ടാൽ മതി. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളിയുടെയും ഈ ചില്ലി ഫ്ലെക്സിൻ്റെയൊക്കെ കൂടി വെളിച്ചെണ്ണയൊക്കെ കൂടി നന്നായിട്ട് ഈ ചിക്കനിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അധികം ഡ്രൈ ആവണ്ട, ഇത്തിരി ജ്യൂസി ആയിട്ട് ഇരിക്കുന്നതാണ്. ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റാണ് കേട്ടോ അത്. ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനും മുതിർന്നവർക്കാണെങ്കിലും വലിയ മസാലകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് നമുക്ക് പകർത്താം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് ചോറിന് കൂട്ടാം, ചപ്പാത്തി, പൊറോട്ട അതിനൊക്കെ കൂട്ടാം. ഒരു വെറൈറ്റി ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഓക്കെ, താങ്ക് യു.